അല്ല, പക്ഷെ അതല്ലാതെ എന്താ വഴി വേണു? അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ബന്ധു നിയമന വിവാദത്തിൽ ഞാൻ ഈ ഒരു കാര്യം മാത്രം പറയാം. പോൾ ആന്റണി 3-ാം പ്രതിയാകുന്നു. എന്തുകൊണ്ട് 3-ാം പ്രതിയാകുന്നു? അതിൽ ഒപ്പിട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ്. ഇനി അദ്ദേഹം മന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം ഒപ്പിട്ടതാണ് 2010 ഫെബ്രുവരി 25 ഓർഡറൊക്കെ ഫെബ്രുവരി 15 ഓർഡറൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഓഫീസ് ഓർഡറൊക്കെ. അതനുസരിച്ചാണെങ്കിൽ പോലും ആ ഉദ്യോഗസ്ഥൻ അതിൽ ഒരു ഉത്തരവാദിത്തമില്ലേ? അല്ലെങ്കിൽ എന്തിനാ IAS ഉദ്യോഗസ്ഥ ഒപ്പിടണേ? മന്ത്രി ഒപ്പിട്ട് ഓർഡർ കൊടുത്താൽ പോരെ? മന്ത്രി ഒപ്പിട്ട് ഓർഡർ കൊടുത്താൽ പോരാ, ഓർഡർ കൊടുക്കേണ്ട IAS ഉദ്യോഗസ്ഥനാണ് എന്ന് വന്നാൽ ഞാൻ വിചാരിക്കുന്നത് IAS ഉദ്യോഗസ്ഥന് അതിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ്. അദ്ദേഹം പറയണം ഞാനിതിൽ ഒപ്പിടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ വാദം വരുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇതല്ല, അദ്ദേഹം അതിൽ ഒപ്പിട്ടു. അദ്ദേഹം തന്നെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു തള്ളിക്കളഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ പിൻവാതിലൂടെ നിയമിക്കാൻ അദ്ദേഹം തന്നെ ഒപ്പിട്ടു. അത് മന്ത്രി പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാലോ. ഇവിടെ വാദം അതാണ്. അദ്ദേഹത്തിന് ഇത്രയും സീനിയർ ഉദ്യോഗസ്ഥന്മാരെ എന്തിനാണോ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഒരു മറുവാദം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മുതിരുകയാണെങ്കിൽ പിന്നെ ഭരണസ്തംഭനമായിരിക്കും സംഭവിക്കുക എന്നൊരു കാര്യത്തിൽ മാത്രമായിട്ടല്ലല്ലോ ഇത്തരമൊരു വിവേചനാധികാരം ഉദ്യോഗസ്ഥർക്കുള്ളത്. അവിടെയാണ് ശ്രീ കെ സുരേഷ് കുമാർ മറുപടി പറയേണ്ടത്. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ ഇവർ ഈ സമരം പിൻവലിച്ചുവെങ്കിലും അതൃപ്തി പുകയുകയാണ്. VM സുധീരൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ് എങ്കിൽ സമരത്തിനാധാരമായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം. നിലനിൽക്കുന്നുണ്ട്. ആളിക്കത്തുന്നതിന് പകരം അമർന്ന് കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ ഈ കൂട്ടർ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഭരണ സംവിധാനത്തോട്, ഈ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വേണു, ഇവിടുത്തെ വിഷയം വളരെ സിമ്പിളാണ്. ഒരു അനർഹനായ ഒരാളെ ഒരു ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെട്ടു എന്നുള്ള ഒരു ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു നിയമനം നടന്നു. ആ നിയമനം ക്രമരഹിതമായിരുന്നു എന്ന് ആർക്കും സംശയമില്ല. കാരണം ആ മന്ത്രി തന്നെ ആ നിയമനം റദ്ദാക്കുകയും ആ മന്ത്രി തന്നെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടിയും വരുന്നു. അപ്പോൾ ഒരു ക്രമവിരുദ്ധമായ നിയമനം നടന്നു എന്നുള്ളതിന് ആർക്കും സംശയമില്ല. ഇനി ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അതിൽ ഉണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥൻ ഇത് ക്രമവിരുദ്ധമായിരുന്നു, ക്രമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് രേഖാമൂലം ഫയലിൽ എഴുതാൻ ബാധ്യസ്ഥനായിരുന്ന ഉത്തരവാദപ്പെട്ട ആ ഉദ്യോഗസ്ഥൻ അത് ചെയ്തോ ഇല്ലയോ എന്നുള്ള ലിമിറ്റഡ് ഒരു വിഷയം മാത്രമേ ഇവിടെയുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അന്വേഷണത്തിനെയും അദ്ദേഹത്തിന് ഫേസ് ചെയ്യാമല്ലോ. അതിനു പകരം ഒരു സമരത്തിൻ്റെ തലത്തിലേക്ക് പോയത് ഒരു തരത്തിലും ന്യായീകരിക്കത്തക്കതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ. പിന്നെ ഇപ്പോൾ ഒരാൾ ഒരു FIR ഉണ്ടായി, എന്തെങ്കിലും ഒരു കേസ് കാര്യത്തിന് ഒരു FIR ഉണ്ടായി എന്ന് പറയുമ്പോൾ പ്രതിയാണെന്ന ഉള്ളൊരു ആരോപണം നേരിടുന്ന ഒരാൾ പറയുന്നത് ആ SI ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എന്താ പറയുന്നത് സബ് ഇൻസ്പെക്ടർ SHOക്ക് കാലിന് മുടന്തുണ്ട്, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതാണോ രീതി? അയാൾ മാറിയാൽ വേറൊരു SHO വരില്ലേ? അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥൻ കൃത്യതയോടെയാണ് കാര്യങ്ങൾ ചെയ്തതെങ്കിൽ തൻ്റെ നിരപരാധിത്വം രേഖകളിൽ നിന്ന് കാണാമല്ലോ. അത് കാണിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. സർവീസ് ചട്ടങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈവൻ വാക്കാലുള്ള നിർദ്ദേശങ്ങൾ പോലും ഫയലിൽ രേഖപ്പെടുത്തണം. അത് പിന്നീട് 24 മണിക്കൂറിനകം മന്ത്രിയെ കൊണ്ടോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ സ്ഥിരീകരിക്കണമെന്ന്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫയലിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ സമരത്തിന് എൻ്റെ ഒരു തരത്തിലും അത് ന്യായീകരിക്കാനും പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റൊരു വശമുള്ളത്, എന്താണ് ഈ സമരം തലത്തിലേക്ക് ഇത് പോകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്യൂറോക്രസിയുടെ ഒരു ജീർണതയാണ്. ഒരു 20 വർഷം മുൻപ് ഉദ്യോഗസ്ഥന്മാരത് മന്ത്രിമാരുടെ നിർദ്ദേശങ്ങളിലെ അപാകതകൾ രേഖാമൂലവും അല്ലാതെയും ചൂണ്ടിക്കാണിക്കാൻ കുറച്ചുകൂടി ധൈര്യം കാണിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥർ, ഞാൻ ആ സർവീസിൽ നിന്ന് VRS എടുത്ത് പുറത്തു വന്നതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് വളരെ ക്ലോസപ്പിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു പ്രതിഭാസം, മന്ത്രിമാർ
പറയുന്നത് പോയിട്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ പറയുന്നത് പോലും അതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥർ അത്തരം പ്രവണതകൾ കാണിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് താല്പര്യമുള്ള പോസ്റ്റിങ്ങുകൾ, ഇവർക്ക് വേണ്ട പ്രത്യേക പേർക്സ്, ഇതിനു വേണ്ടിയാണ് അപ്പോൾ ഒരു ബ്യൂറോക്രാറ്റ് തൻ്റെ ഉത്തരവാദിത്വവും തൻ്റെ ഒരു റോളും വ്യക്തതയോടെ കണ്ടില്ല എങ്കിൽ പറ്റുന്ന ഒരു 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 അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇത് കൂടുതലായിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സുരേഷ് കുമാർ, ഒരു കാര്യം താങ്കൾ പറയുകയുണ്ടായി, വിവേചനാധികാരമുണ്ട് ഉദ്യോഗസ്ഥർക്ക്, അത് ഫയലിൽ കുറിപ്പായി എഴുതാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിഷയമായ പോൾ ആൻ്റണി എടുക്കാം. അതിൽ അദ്ദേഹം കുറിപ്പായി എഴുതിയിട്ടുണ്ട്, വ്യവസായ മന്ത്രി മുഖ്യമന്ത്രി വഴിയാണ് ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത് എന്ന്. പക്ഷേ അത് പരിഗണിച്ച വ്യവസായ മന്ത്രി വീണ്ടും അത് ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അത് ചെയ്യേണ്ട തന്നെ സാഹചര്യമുണ്ട് എന്നാണ് ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് IAS അസോസിയേഷൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഉദ്യോഗസ്ഥൻ ഇതിങ്ങനെ നിർവഹിക്കുന്നു, അങ്ങനെ നിർവഹിച്ചതിൻ്റെ പേരിൽ പിന്നെ തുടർന്ന് നിയമപരമായ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുന്നു. അവിടെ ഒരു കാര്യം കൂടി ഈ IAS ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ റിയാബിൻ്റെ നിർദ്ദേശം മറികടന്നു എന്നാണ് വലിയ കുഴപ്പമായി പറയുന്നത്. പക്ഷേ റിയാബ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, അങ്ങനെ സ്റ്റാറ്റ്യൂട്ടുകൾ നിലവിലില്ല. അവർ നാമനിർദ്ദേശം ചെയ്താൽ അതിൽ നിന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കണം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി ഈ നിയമനം തന്നെ ഏറിയാൽ 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ, അല്ലാതെ ഒരു നീണ്ട സർവീസ് കാലത്തേക്കൊന്നുമല്ല ഇത്തരം നിയമനങ്ങൾ നടക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായും കുറെ കൂടെ ഫ്ലെക്സിബിളാണ്. അതാണ് അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾ. അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം ഈ പോൾ ആൻ്റണിയുടെ വിഷയത്തിൽ ശ്രീ സുരേഷ് കുമാർ കാണുന്നില്ലേ? ഇതിൽ ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിൽ വീഴ്ചകൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ എളുപ്പമാണല്ലോ വേണു. ആ വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ രേഖാമൂലമായ തെളിവുകൾ ഉണ്ടാകണ്ടേ? അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ എന്താണ് മടി? അതുപോലെ തന്നെ നിരപരാധിത്വം കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? അതല്ലാതെ അതിൻ്റെ ഒരു വ്യാഖ്യാനങ്ങളും അതിൻ്റെ ഒരു ഒരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു സാധനം അവിടെ വരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഞാനത് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ്റെ മകനെ ICT അക്കാഡമിയുടെ ചെയർമാനായിട്ട് IT സെക്രട്ടറി ആയിരുന്ന ഞാൻ നിയമിച്ചു എന്ന് ഇവിടെ അസംബ്ലിയുടെ ഫ്ലോറിൽ ഒരു വിഷ്ണുനാഥ് MLA അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു നിയമസഭാ സമിതിയെ വെച്ചു. നിയമസഭാ സമിതി അവസാനം കണ്ടെത്തിയതും അങ്ങനെ ക്രമവിരുദ്ധമായ ഒരു നിയമനം നടത്തി, അതുകൊണ്ട് ഒരു വിജിലൻസ് അന്വേഷണം വേണം എന്ന് ശുപാർശ ചെയ്യുകയായിരുന്നു. ആ ഘട്ടത്തിലൊന്നും IAS ഓഫീസേഴ്സ് അസോസിയേഷനിലെ അംഗമായ ഞാൻ അവരെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ. വിജിലൻസ് അന്വേഷണം 2 പ്രാവശ്യത്തെ കാര്യം അവർ കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു സ്ഥാപനമേ ഉണ്ടായിരുന്നില്ല എന്നും അവിടെ അരുൺകുമാറിനെ അല്ല ഒരു കുഞ്ഞിനെയും നിയമിച്ചിട്ടില്ല എന്നും രേഖകൾ കൊണ്ട് വിജിലൻസിന് ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ പോരെ? എന്തിനാണ് നമ്മൾ വേറെ വഴിക്ക് പോകുന്നത്? ഇഫ് യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ ദെൻ ഇറ്റ് ഈസ് ദെയർ ഓൺ റെക്കോർഡ്. അതാണ് അത്. പിന്നെ ഇപ്പം നിയമനം 10 ദിവസത്തെ ടെമ്പററി നിയമനമാണ്, ഡെയിലി വേജസ് നിയമനമാണെങ്കിൽ പോലും അതിന് ഒരു ചട്ടം ഇല്ലേ? അതിന് അർഹനായ വേറൊരാളുടെ സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്യാമോ? പിന്നെ അതിനൊക്കെയുള്ള കൃത്യമായ ചട്ടങ്ങളും കാര്യങ്ങളും ഇല്ലേ? ഫയലിൽ രേഖപ്പെടുത്തേണ്ടത് എന്താണ്, എങ്ങനെയാണ്, അതൊക്കെ ആർക്കും അറിയാത്ത കാര്യങ്ങളല്ലല്ലോ. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ, ഈ IAS അസോസിയേഷൻ ഇത്രയും ചൊടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും 3 പേർക്കെതിരെ വന്നിരിക്കുന്ന നടപടികളാണ്. KM എബ്രഹാം, ടോം ജോസ്, ഇപ്പോൾ ഈ പോൾ ആൻ്റണി. ഇതിൽ ഒരു കഴമ്പുമില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. വേട്ടയാടുകയാണ് അവരെ ഈ വിജിലൻസ് ഡയറക്ടർ എന്നാണ്. ഞാൻ ആ കൃത്യം വാചകം പറയാം. ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഭീഭത്സമായ ഒരു രൂപം മീഡിയ സ്പേസ് ഒക്യുപ്പൈ ചെയ്ത് ഓരോരുത്തരുടെയും സ്വൈരം കെടുത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വെച്ച ശ്രീ KM എബ്രഹാം
അദ്ദേഹം തന്നെ വേണു എനിക്ക് അല്പം പറയാൻ സമയം വേണം. കാരണം ഇവിടെ വസ്തുതപരമായ ചില കാര്യങ്ങൾ പറയേണ്ടവർ ഈ ചർച്ചയിൽ നിന്നും വളരെ കൃത്യമായി പറഞ്ഞു. ഈ കെ ഭ്രാന്തൻ അധ്യക്ഷത വഹിച്ചപ്പോൾ അദ്ദേഹം വിജിലൻസ് ഡയറക്ടർക്കെതിരെയും എനിക്കെതിരെയും ഉൾപ്പെടെയുള്ളവർ ധനകാര്യ പരിശോധന നടത്തിയിട്ട് പരിശോധന പൂർത്തിയാകാതെ അതിൻ്റെ റിപ്പോർട്ട് പത്രത്തിൽ കൊടുത്ത് ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ അവമാനിക്കുന്നുണ്ടല്ലോ. അവർക്ക് അവമാനിക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പോൾ ആൻ്റണി എഫ്ഐആറിൽ വിജിലൻസ് ഇട്ട എഫ്ഐആറിൽ പ്രതിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആൻ്റണി പ്രതിയായ കേസിന് എന്താണ് ഇന്നിപ്പം പ്രതിപക്ഷ നേതാവ്, എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ബഹുമാനിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടത്. അദ്ദേഹവും BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. അപ്പോൾ ഇന്ന് ഈ പോൾ ആൻ്റണി പ്രതിയായി എഫ്ഐആർ ഇട്ടപ്പോൾ അതിനെ തുടർന്നുണ്ടായ ഈ സമരത്തിൽ IASകാർ ഈ സമരത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടത്. അപ്പോൾ അദ്ദേഹം പരാതിയിൽ നിന്ന് പിന്മാറിയോ? അല്ല, EPക്കെതിരെയാണ് അന്വേഷണം പറഞ്ഞാണ് കത്ത് കൊടുക്കുന്നത്. ഇന്നിപ്പോ രമേശ് ആയാലും പ്രതികരിച്ചിരിക്കുന്നത് ഈ IAS ഉദ്യോഗസ്ഥർ അന്വേഷണം നേരിടുന്നവർ അന്വേഷണം നേരിടുന്ന ഈ IAS ഉദ്യോഗസ്ഥരെ കുറ്റമുക്തരാക്കണമെന്ന് പറഞ്ഞല്ല, സംഘടിതമായി ഇങ്ങനെ ഒരു സമരത്തിലേക്ക് അവർ പോകുന്നത് ഭരണസ്തംഭനത്തിന് തെളിവാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ഈ മറ്റൊരു വിമർശനം അല്ലല്ലേ എഫ്ഐആർ ഇട്ടത് IAS ഈ പോൾ ആൻ്റണി എഫ്ഐആർ ഇട്ടതിനെ സംബന്ധിച്ചാണല്ലോ ഇപ്പം സമരം നടക്കുന്നത്. ആ സമരത്തെ അദ്ദേഹം ഓർക്കേണ്ടത് അദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലും കൂടെയാണ്. അപ്പൊ അതിൽ വരുമ്പോൾ 3 പേർക്കെതിരെ അന്വേഷണമേ പാടില്ല എന്നാണ് അവരുടെ വാദം. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നേരത്തെ തന്നെ ഇവിടെ പലരും ചർച്ച ചെയ്തു. ഇപ്പോൾ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളത് തന്നെ പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നപ്പോൾ ഈ IASകാരും കണ്ടില്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ ഈ പോൾ ആൻ്റണി നിരപരാധിയാണ്. അദ്ദേഹം ഇപ്പോൾ വേണു പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം ശരിയാണെങ്കിൽ, വേണു പറഞ്ഞതെന്നുള്ളതല്ല, ഇവരുടെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ ഹൈക്കോടതി പോയി എനിക്കെതിരെ ഇട്ട ഈ പറയുന്ന എഫ്ഐആർ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ, സ്റ്റേ ചെയ്യിക്കാൻ പറ്റുമല്ലോ. ഇതൊരു കരിയറാണ്. തോമസ് എത്രയാണ് അനുഭവിച്ചത് ഇതിന്റെ പേരിൽ? എന്തൊക്കെ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടത് പറഞ്ഞ അഴിമതി ആരോപണം വന്ന് അന്വേഷിക്കാൻ എന്നല്ല, ഇതിന്റെ പേരിൽ ഇപ്പോ പാമോലിൻ കേസിലാണെങ്കിൽ ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടത്. പല കാരണങ്ങളാൽ അത് നീട്ടപ്പെട്ട അവസാനം CBC സ്ഥാനമാണ് PJ തോമസിന് നഷ്ടമാകുന്നത്. കർണാടക ഒഴിച്ച് ബാക്കി വന്ന മുഴുവൻ ഗവൺമെന്റുകളും ഇത് വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് നീണ്ടുപോയി. അതല്ല, ഇപ്പോഴൊക്കെയാണല്ലോ ഒരു സ്ഥാനത്ത് വന്നപ്പോഴാണല്ലോ ഈ കേസ് തീർക്കണമെന്ന് ആഗ്രഹം വന്നത്. അല്ലെങ്കിൽ കേസൊക്കെ തീർക്കും. അവിടെ ഞാൻ